അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ടായ വായു ചോർച്ചയെ തുടർന്ന് അടിയന്തര ഒഴിപ്പിക്കൽ മുന്നറിയിപ്പും വൻ ആശങ്കയും. റഷ്യൻ മൊഡ്യൂളിലെ വിള്ളൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ചോർച്ച ഇരട്ടിയായതോടെ 5 ബഹിരാകാശ യാത്രക്കാരുടെ നിലയം വിടാൻ തയ്യാറായ പേടകത്തിനുള്ളിൽ അഭയം തേടാൻ നാസ ഉത്തരവിട്ടു. ഏകദേശം 2 മണിക്കൂറോളം നീണ്ടുനിന്ന ആശങ്കകൾക്കൊടുവിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് നാസ ഒഴിപ്പിക്കൽ ഉത്തരവ് പിൻവലിച്ചത്. ഇന്ത്യൻ സമയം രാത്രി 7:30 ഹൂസ്റ്റണിലെ നാസ മിഷൻ കൺട്രോൾ യാത്രികർക്ക് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. നാസയുടെ ക്രൂ 12 ദൗത്യത്തിലെ 2 അമേരിക്കൻ യാത്രികർ, ഒരു ഫ്രഞ്ച് യാത്രികൻ, ഒരു റഷ്യൻ കോസ്മോനട്ട് എന്നിവരോടും ഒപ്പം മറ്റൊരു US യാത്രികനോടും നിലയത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിനുള്ളിലേക്ക് മാറാൻ നാസ വക്താവ് ബെഥാനി സ്റ്റീവൻസ് നിർദ്ദേശിക്കുകയായിരുന്നു. ബഹിരാകാശ നിലയത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ റഷ്യയുടെ സർവീസ് മൊഡ്യൂളിലെ ചെറിയ വായു ചോർച്ചകളെക്കുറിച്ച് മാസങ്ങളായി നാസയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ വെള്ളിയാഴ്ചയോടെ വായു ചോർച്ചയുടെ നിരക്ക് പ്രതിദിനം 1 പൗണ്ടിൽ നിന്നും 2 പൗണ്ടായി ഇരട്ടിക്കുകയായിരുന്നു. നിലയത്തിനുള്ളിലുള്ള റഷ്യൻ കോസ്മോനട്ടുകളായ സെർജി കൂട്ട് സിർഷ്കോവും സെർജി മിക്കായേവും വായു ചോരുന്ന വിള്ളലുകളിലേക്ക് എത്തുന്നതിനായി ഉപയോഗിച്ച് മുറിക്കാൻ പദ്ധതിയിട്ടു. എന്നാൽ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ ഈ അറ്റകുറ്റപ്പണി രീതി അപകടകരമാണെന്ന് ചൂണ്ടിക്കാട്ടി നാസ അധികൃതർ ഇതിനെ ശക്തമായി എതിർത്തു. ഈ തർക്കത്തെ തുടർന്നാണ് യാത്രികരുടെ സുരക്ഷ മുൻനിർത്തി മിഷൻ കൺട്രോൾ അടിയന്തരമായി പേടകങ്ങളിലേക്ക് മാറാൻ ഉത്തരവിട്ടത്. എന്നാൽ റഷ്യൻ ഏജൻസി ഈ അറ്റകുറ്റപ്പണി താൽക്കാലികമായി നിർത്തിവെച്ചതോടെയാണ് യാത്രികരെ തിരികെ നിലയത്തിലേക്ക് പ്രവേശിക്കാൻ നാസ അനുവദിച്ചത്.